നെയ്യാറ്റിൻകര എള്ളുവിളയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ബിനിൽ റോസിന്റെ 566 നമ്പർ റേഷൻ കടയിലേക്ക് പച്ചരി കൊണ്ടുവന്ന ലോറിയാണ് നാട്ടുകാർ തടഞ്ഞിട്ടത്. ഏറെ ചാക്കുകളിലും ഉണ്ടായിരുന്നത് പച്ചരിക്ക് പകരം പലതരം അരികൾ കലർന്ന മിശ്രിതമായിരുന്നുവെന്നാണ് പ്രധാന ആക്ഷേപം. ചാക്കുകളുടെ തൂക്കത്തിൽ വ്യത്യാസമുണ്ടായിരുന്നുവെന്നും ആരോപണമുണ്ട്. പച്ചരിയിൽ ഏകദേശം എല്ലാം കെട്ടിയാക്കാണ്. പിന്നെ ചാക്കിൽ മിക്സിംഗ് ഉള്ള അരിയാണ് വന്നിരിക്കുന്നത്. വരവരി കലർന്ന അരി മുഴുവനും വരവരി കലർന്ന അരി ആൾക്കാർക്ക് പച്ചരി എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചാക്കുകൾ കണ്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത് നിർത്തിവെക്കാനും ഉദ്യോഗസ്ഥരെ അറിയിക്കാനും ഇടയായത്. ഗോഡൌണുകളിലെത്തുന്ന അരിച്ചാക്കുകൾ പൊട്ടിയാൽ അവ കൃത്യമായ അളവിൽ ഗുണമേന്മയോടെ തരംതിരിച്ച് വിതരണത്തിനെത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിന് പ്രത്യേകം തുകയും സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഈ പ്രവൃത്തിയിൽ ഗോഡൌണിൽ ഉണ്ടാകുന്ന അലംഭാവമാണ് ചാക്കുകെട്ടുകളിൽ മിശ്രിത അരി വന്നതിനു കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നാട്ടുകാർ ലോറി തടഞ്ഞതോടെ ഇത്തരം ചാക്കുകൾ വിതരണം ചെയ്യേണ്ടെന്ന് ഗോഡൌൺ അധികൃതർ നിർദ്ദേശിച്ചു. ഗുണനിലവാരമില്ലാത്ത അരിയുടെ ചാക്കുകൾ തിരിച്ചയക്കാനും അധികൃതർ നിർദ്ദേശം നൽകി. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.